എൻ്റെ പേര് മൈക്കിൾ. അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഈ ധ്യാനത്തിന് വന്നതിന് ശേഷം ഉള്ള അനുഭവങ്ങൾ എന്നാണ്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്, ത്രിത്വത്തിലെ ഏകത്വം ഉള്ളിലേക്ക് വലിയ ശ്വാസം വിടുന്നതിന് മുമ്പ് അതെന്താണെന്ന് മനസ്സിലായി. അത്ര വേഗം അനേകം നാളുകളായിട്ട് മനസ്സിലുണ്ടായ ചോദ്യം എത്രയോ പെട്ടെന്ന് അത് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാമത്തെ വാക്യത്തിൽ ത്രിത്വത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന് ആദ്യമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിനു മുമ്പ് ഞാനും പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു, അത് പരിശുദ്ധാത്മാവാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാന്നിധ്യമാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മൂന്നാമത്തെ കാര്യം, സാധാരണ ധ്യാനങ്ങളിൽ കുറെ അരുതുകൾ, ഈ അരുതുകളെ ലംഘിച്ചാൽ സർവ്വതും നശിച്ചു എന്ന ആശയമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അരുതുകൾക്ക് ഉപരിയായിട്ട് എന്തെല്ലാം സാധ്യമാണ്, എന്തെല്ലാം ഉണ്ട്, അത് എങ്ങനെ സാധിക്കാം, എങ്ങനെ നേടാം എന്ന് വ്യക്തമായ ഒരു ബോധ്യം കിട്ടിയെന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം, നമ്മൾ 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയുടെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്തും ഇത് എന്താണെന്ന് അറിയാത്ത, എന്താണെന്ന് പഠിപ്പിക്കാത്ത, അതായത് നമ്മുടെ ഒരു വേദികളിലും അത് പ്രാമുഖ്യം കൊടുത്തിട്ടില്ല, കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ സഭയുടെ ആധികാരിക പഠന ഗ്രന്ഥങ്ങളായ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നും യുവജന മതബോധനത്തിൽ നിന്നും കോട്ട് ചെയ്തുകൊണ്ട് ഇത്രമാത്രം ആധികാരികമായിട്ടുള്ള ഒരു പഠനം എന്നെ സംബന്ധിച്ച് ആദ്യമാണ്. കാരണം നമ്മുടെ ഒരു ചർച്ചാവേദികളിലും ഒരു സെമിനാറുകളിലും ഒരു പള്ളി പ്രസംഗത്തിൽ പോലും ഇതിനെ ഒരു നമ്പർ എങ്കിലും അതിൽ നിന്ന് കോട്ട് ചെയ്ത് ഉദ്ധരണികൾ എടുത്തിട്ട് പഠിപ്പിക്കുന്നത് ആദ്യമായ ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇനി അടുത്തൊരു കാര്യം, പഴയ നിയമത്തിലെ സന്ദർഭങ്ങളുടെ പൂർത്തീകരണം പുതിയ നിയമത്തിൽ ആണ് എന്ന് പുതിയ നിയമത്തിൽ ഉള്ളത് പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പഠനം, അതും ഒരു വിധത്തിൽ പറഞ്ഞാൽ ആദ്യമായിട്ടുള്ള അനുഭവമാണ്. പിന്നെ ഇനിയും എടുത്തു പറയാനുള്ളത്, സങ്കീർത്തനങ്ങളെ ഇപ്പം ഞാൻ ഓർമ്മ ഇപ്പോഴെനിക്ക് ഒരു വചനത്തിൻ്റെ അർത്ഥം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്, വിജ്ഞാനികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്നുള്ള വചനം ശരിക്കും പറഞ്ഞാലേ വലിയ വലിയ സംഗീതജ്ഞന്മാർക്ക് സാധിക്കാത്ത കാര്യം. സങ്കീർത്തനങ്ങൾ അതും അക്ഷരസ്ഫുടതയോടെ, വാക്കുകളെ മുറിക്കാതെ, അർത്ഥവ്യത്യാസമില്ലാതെ, ആശയത്തിന് അല്പം പോലും കോട്ടം തട്ടാതെ, ഏറെ ഹൃദ്യമായ രീതിയിൽ പൗലോസ്ലീഹ പറഞ്ഞ സ്വർഗീയ അനുഭൂതി കിട്ടുന്ന രീതിയിൽ സങ്കീർത്തനങ്ങളെ ഇത്രമാത്രം ട്യൂൺ ചെയ്ത് അവതരിപ്പിച്ച നമ്മുടെ ഗായിക മിനിസ്ട്രിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല, എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല.
ബ്രദർ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇനി നമ്മുടെ ആരാധനകളിലും പ്രാർത്ഥനകളിലും ഇത് തുടരും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും നമ്മുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെയും കൗൺസിൽ ഡിഗ്രിയുടെയും അനുഭവം ഇതിനും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. ഇനിയും അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സാധാരണ രീതിയിൽ പേഴ്സണൽ പ്രയറിൽ ഇരിക്കുമ്പോൾ സ്വന്തവും മറ്റുള്ളവരുടെ പ്രാർത്ഥനകളുടെ ഒരു ലിസ്റ്റ് വെച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇരുന്ന് പ്രാർത്ഥിക്കാറാണ് എന്നെ പോലുള്ളവരുടെ പതിവ്. മറിച്ച് വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല എന്നും, ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും ദൈവം ഇന്ന് ഇവിടെ അത്ഭുതം പ്രവർത്തിക്കുമെന്നുള്ള വചനത്തെ പൂർത്തിയാക്കിക്കൊണ്ട് സ്വയം വിശുദ്ധീകരണത്തിലൂടെ ആദ്യം ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് ദൈവവുമായിട്ട് രമ്യതയിലായിക്കൊണ്ട് അർത്ഥിക്കുന്ന അർത്ഥനകൾ സാർത്ഥകം എന്ന് പഠിച്ച ദിവസങ്ങളാണ് ഇത്. എത്രമാത്രം ഹൃദ്യമായിട്ട്, എത്രമാത്രം ആർക്കും സ്വീകരിക്കാവുന്ന മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ സഹോദരിമാർ അത് അവതരിപ്പിച്ചിട്ട് ആ പ്രാർത്ഥനയിലേക്ക്, സ്വർഗീയ അനുഭവത്തിലേക്ക് ലയിപ്പിച്ചു കൊണ്ടുപോകുന്ന ആ അനുഭവം, അതിനെ എത്ര വാക്കുകൾ കൊണ്ട് അതിനെ വിവരിക്കാൻ സാധിക്കുകയില്ല. അത്രമാത്രം ഒരു അനുഭവമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിന് പ്രാർത്ഥിക്കുകയും വളർത്തുകയും പ്രേരണ നൽകുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ബ്രദറിന് നന്ദിപൂർവ്വം ഓർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി മറ്റൊരു വചനം കൂടി ശരിക്കും ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു. നിന്റെ തലയിലെ മുടിനാൾ ഇലകൾ ഒന്നു പൊഴിയുന്നത് പോലും ഞാൻ അറിയുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോഴേ ബ്രദറിനെ നോക്കിയാലേ ഇത്രയും കർത്താവ് അറിഞ്ഞ് ഒരു വ്യക്തി ഈ കൂട്ടത്തിൽ ഇരിപ്പില്ല. ഇത്രയും അറിഞ്ഞൊരു വ്യക്തി ഈ കൂട്ടത്തിൽ ഇരിപ്പില്ല. അപ്പൊ അദ്ദേഹത്തെ ദൈവം എന്നെന്നും ഇനിയും സഭയ്ക്ക് വേണ്ടി ശക്തമായ മൂർച്ചയുള്ള വാക്കുകളിലെ സഭയ്ക്ക് വേണ്ടി വചനം പ്രഘോഷിക്കാൻ തന്നെയല്ല, ഇനി ഒരാശയം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ലോക സുവിശേഷങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സുവിശേഷ പ്രഘോഷണം വേറെ ഒരു വേദികളിലും കേട്ടിട്ടില്ല. അങ്ങനൊരു മഹാദൗത്യം ഏറ്റെടുക്കുന്ന ബ്രദറിന് നമ്മുടെ പ്രാർത്ഥനകൾ മാത്രമാണ് സഹായവും സപ്പോർട്ടുമായിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ ലുപ്ത് വിചാരിക്കാതെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ജ്ഞാനമാണ് അതിൻ്റെ ശില്പി.